നമസ്കാരം. എല്ലാവർക്കും ടോപ്പ് ടെയിലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വർത്തമാനകാല ജനാധിപത്യത്തിൽ പൗരന്മാർക്കുള്ള അവകാശങ്ങളും ത്രേതായുഗത്തിലെ ശ്രീരാമൻ്റെ രാമരാജ്യത്തിൽ പ്രജകൾക്കുണ്ടായിരുന്ന പ്രാധാന്യവും തമ്മിലുള്ളൊരു താരതമ്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ശ്രീരാമനെ ദൈവമായി കരുതിയിരുന്നത് എന്നത് പലർക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്. ഗാന്ധിജിയെപ്പോലെ ലോകം കണ്ട എല്ലാത്തരം വിജ്ഞാനീയങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ദൈവവിശ്വാസിയായിരിക്കാൻ കഴിയുക എന്നതാണ് ചിലരുടെ സംശയമെങ്കിൽ, ഇത്രയും അഗാധമായ ജ്ഞാനം രാമായണത്തിലും സ്മൃതികളിലും ശ്രുതികളിലും മറ്റ് ഇതിഹാസ ഗ്രന്ഥങ്ങളിലുമുള്ള ആൾ അതിലൊരു കേവല കഥാപാത്രത്തെ ദൈവമായി എന്തുകൊണ്ട് അംഗീകരിച്ചു എന്നതും ചിലരെ സംബന്ധിച്ച് സംശയകരമാണ്. ഏതായാലും ഗാന്ധിജിക്ക് ശ്രീരാമൻ എന്തായിരുന്നു എന്നതിന് ശ്രീരാമൻ്റെ ജീവിതത്തിലെ ഒരൊറ്റ സംഭവം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അതാണ് ഇന്നത്തെ ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം. രാമകഥയിൽ, അതായത് രാമായണത്തിൽ, ലങ്കാ വിജയത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തുന്ന ശ്രീരാമൻ മറ്റൊരുക്കങ്ങൾക്കിടയിൽ തൻ്റെ പ്രാണപ്രേയസിയായ സീതയെ പട്ടമഹിഷിയായി അവരോധിക്കുന്നതിന് മുമ്പ് അവരെ അഗ്നി പരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റെല്ലാം കൊണ്ടും അപാപിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള സീതയെ അഗ്നി പരീക്ഷയ്ക്ക് വിധേയമാക്കിയതിൽ ലോകം വിസ്മയം തോന്നിയിരുന്നെന്ന്. അന്നത്തെ ലോകം വിസ്മയിച്ചു പോയിട്ടുണ്ട്. തൻ്റെ പ്രാണപ്രേയസി നിഷ്കളങ്കയും പാതിവൃത്യത്തിൻ്റെ മൂർത്തിമത് ഭാവവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കിയത് ഒരു ഭരണാധികാരിയുടെ സൽകീർത്തി നിലനിർത്താൻ വേണ്ടിയാണ്. കാരണം കുറ്റമറ്റ ഭരണം കാഴ്ചവെക്കണമെങ്കിൽ ഭരണാധികാരി കുറ്റമറ്റ വ്യക്തിത്വത്തിനുടമയായിരിക്കണം. ഇതായിരുന്നു ശ്രീരാമൻ്റെ നിഷ്ഠ. ഭാരതത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ കാതലായ ഭാഗം ഭരണാധികാരിയുടെ ധർമ്മനിഷ്ഠയാണ്. കാരണം ശ്രീരാമൻ്റെ അഭിപ്രായം, ഭരണാധികാരി അധർമ്മക്കാരനായാൽ പ്രജകൾ ആഹ്ലാദത്തോടെ അധർമ്മത്തിൽ മുഴുകും. ഇതായിരുന്നു ശ്രീരാമൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ബോധ്യങ്ങൾക്കപ്പുറം പ്രജകൾക്ക് കൂടി ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് രാജാവിൻ്റെ ധർമ്മമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും കാണാനും നമ്മൾ ശ്രമിക്കേണ്ടത്. അഗ്നിപരീക്ഷ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ഘട്ടത്തിലാണ് രാജകൊട്ടാരത്തിലെ പതിവ് കഥ പറച്ചിലുകാരിൽ ഒരാളായ ഭദ്രൻ എന്നൊരു വ്യക്തി പ്രജകളുടെ ഇടയിൽ സംസാര വിഷയമായ ഒരു വിഷയത്തെപ്പറ്റി ശ്രീരാമനെ ധരിപ്പിക്കുന്നത്. അതിപ്രകാരമായിരുന്നു: രാവണനാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ദീർഘകാലം കഴിഞ്ഞ സീത തിരിച്ചു വന്നിരിക്കുകയാണ്. അവരുടെ ചാരിത്രശുദ്ധിയെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമുള്ളതായിട്ട് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ട് എന്ന കാര്യമാണ് ഭദ്രൻ ശ്രീരാമനെ ധരിപ്പിച്ചത്. ഈ വിഷയം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനെ ദുഃഖാകുലനാക്കി. അദ്ദേഹത്തിന് യാതൊരു സംശയവും തൻ്റെ ഭാര്യയിൽ ഇല്ലെങ്കിൽ കൂടി ജനങ്ങൾക്കിടയിൽ അപകീർത്തികരമായ ഇത്തരം ഒരു ആലോചന വ്യാപിക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അതിന് പരിഹാരം കണ്ടേ തീരൂ എന്നത് അദ്ദേഹത്തിൻ്റെ രാജധർമ്മത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കരുതി. അതിൻ്റെ ഭാഗമായി ഗർഭിണിയായ സീതയെ പരിത്യജിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഗംഗാനദിയുടെ അങ്ങേക്കരയിൽ
വാൽമീകി ആശ്രമത്തിൻ്റെ പരിസരത്ത് അവരെ പരിത്യജിക്കാൻ ശ്രീരാമൻ തയ്യാറായി. അതിനായി ലക്ഷ്മണനെ ചട്ടം കെട്ടി. ഒരു പുരാണ കഥയിലെ കേവലം ഒരു സംഭവ വികാസമായി ഇതിനെ കാണാനാവില്ല. ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനപ്രതിനിധികളായ ഭരണാധികാരികളുടെ പൗരന്മാർക്ക് നേരെയുള്ള പെരുമാറ്റവുമായി ഇതിനെ നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാം. കേവലം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭാര്യയെപ്പറ്റി എന്തോ ഒരു അപകീർത്തികരമായ കാര്യം അവരുടെ സംഭാഷണങ്ങളിലുണ്ട് എന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ എല്ലാ അധികാരങ്ങളോടും കൂടിയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നിയെ പരിത്യജിക്കാൻ തയ്യാറായി എന്നത് ആ രാജ്യത്തിൻ്റെ ആ ഭരണത്തോട് അദ്ദേഹം കാണിച്ചിരുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഭരണകൂടത്തിൽ ഓരോ പ്രജകൾക്കും അവരവരുടേതായ പ്രാധാന്യമുണ്ടെന്നും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കും അതിൻ്റേതായ മൂല്യമുണ്ടെന്നും ഉള്ള തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം. അതിൻ്റെ പ്രജകളുടെ ഇടയിലുള്ള സംഭാഷണത്തെ അദ്ദേഹം ചെവിക്കൊണ്ടതും അതനുസരിച്ച് നടപടിയെടുത്തതും. അതേ സമയത്ത് നമ്മുടെ ഇന്നത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിമിത കാലത്തേക്ക് പരിമിത അധികാരങ്ങളോടുകൂടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളായ ഭരണാധികാരികൾ ജനങ്ങളുടെ ആവലാതികൾക്ക് നേരെ ഇന്ന് കാണിക്കുന്ന അലംഭാവം ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ശ്രീരാമൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് മതിപ്പ് വർദ്ധിക്കുന്നത്. മഹാത്മാഗാന്ധി വെറുതെ അല്ല ശ്രീരാമനെ ദൈവമായിട്ട് മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് കൂടി അംഗീകരിച്ചതായി കാണുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല രാഷ്ട്രീയങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഖലീഫ ഉമറിൻ്റെ ഭരണത്തെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ ഗാന്ധിജി ശ്രീരാമൻ്റെ ഈ സീതാ പരിത്യാഗം എന്നൊരൊറ്റ സംഭവം മതി ശ്രീരാമൻ്റെ രാഷ്ട്രീയ മേന്മ വെളിപ്പെടാൻ. അതിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹത്തിന് ശ്രീരാമൻ എക്കാലത്തെയും ദൈവതുല്യനായ രാഷ്ട്രീയ ഗുരുവായി മാറിയത് എന്നാണ് ഒരനുമാനം. അതേ ശ്രീരാമൻ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ജയ് ശ്രീറാം എന്ന ആമന്ത്രണം രാഷ്ട്രീയ ആക്രോശമായി മാറുന്നത് കാണാം. പല രാഷ്ട്രീയക്കാരുടെയും ജാതിമത ഭേദമന്യേ മുദ്രാവാക്യങ്ങൾ ഉരുവിടുന്ന ജനങ്ങൾ, അതായത് പറയത്തക്ക യോഗ്യതകളൊന്നുമില്ലാത്ത നേതാക്കൾക്ക് വേണ്ടി പോലും സിന്ദാബാദ് വിളിക്കുന്ന ജയ് വിളിക്കുന്ന പല ജനങ്ങൾക്കും ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ വൈമനസ്യം കാണുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? രാമൻ്റെ രാഷ്ട്രീയ മാതൃക ഇങ്ങനെയായിരിക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയ് വിളിക്കാൻ ജനങ്ങൾ വൈമനസ്യം കാണിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ വിഷയവുമാണ്. ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിപത്തിൻ്റെ വിഷയവും കൂടിയാണത്. മഹത്തായ ഒരു രാഷ്ട്രീയം കാഴ്ചവെച്ച മഹാനായ ഒരു രാജാവ് വലിയൊരു ജനവിഭാഗത്തിൻ്റെ ദൈവം, അവതാര പുരുഷൻ, ഉത്തമ പുരുഷൻ, ഇതെല്ലാമായ ശ്രീരാമൻ്റെ പേര് കേവലം ഒന്ന് ഉരുവിടാൻ മടി കാണിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു സൈക്കോളജി, ഒരു മനഃശാസ്ത്രം ഇതായിരിക്കണം. കാരണം രാമൻ്റെ പേര് ജപമാലയിൽ നിന്ന് കുറുവടിയിലേക്ക് പരിണമിച്ചതായിരിക്കാം അതിനൊരു കാരണം. ഇതെൻ്റെ ഒരു ഊഹമാണ്. കാരണം പരിപാവനമായി കരുതപ്പെടേണ്ട ഒരു നാമം, പരിപാവനമാണെന്ന് കരുതി പുണ്യത്തോടെ ഭക്തിയോടെ ഉച്ചരിക്കപ്പെടേണ്ട ഒരു നാമം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അക്രമാസക്തിയോടെ ഉരുവിടുന്നത് അക്ഷന്തവ്യമാണെന്നാണ് ഏകദേശ ബോധമുള്ളവർക്കും രാമനെ ആരാധിക്കുന്നവർക്ക് പോലുമുള്ള അഭിപ്രായം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് രാമരാജ്യമോ രാജഭരണമോ വേണമെന്നല്ല പറയുന്നത്, പക്ഷേ ജനാധിപത്യം തന്നെ മതി. പക്ഷേ ജനാധിപത്യത്തിൻ്റെ മൂലസ്രോതസ്സ് ഏറ്റവും താഴേക്കിടയിലുള്ളവന് പോലും അധികാരത്തിലുള്ള പങ്കാളിത്തം എന്നതാണല്ലോ. ആ നിലക്ക് ഇന്നത്തെ ജനാധിപത്യം, ഇന്ന് നമ്മൾ കൈയാളുന്ന ജനാധിപത്യ രീതികൾ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ളവർക്ക് മാത്രമേ ഇതിൽ മൂല്യമുള്ളൂ. ഇത് ഗാന്ധിജി സ്വപ്നം കണ്ട ജനാധിപത്യ സമ്പ്രദായത്തിനെതിരാണ്.
മാത്രമല്ല ധാർമ്മികമായ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും എതിരാണത്. രാഷ്ട്രീയ ധാർമ്മികത എന്നത് ശ്രീരാമൻ കാണിച്ചു തന്ന ഈ ഓരോ പൗരനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, ഓരോ പൗരൻ്റെയും ഓരോ അഭിപ്രായങ്ങൾക്കും വിലമതിച്ചുകൊണ്ടുള്ള ഭരണം അത് ചെവിക്കൊള്ളാനുള്ള ഭരണത്തിൻ്റെ സന്നദ്ധതയാണ് ശ്രീരാമൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. രാമകഥ അഥവാ രാമായണം, രാമൻ്റെ യാത്രകൾ, അത് മിഥ്യയാവട്ടെ സത്യമാകട്ടെ, അത് കേവലം സ്മൃതിയാകട്ടെ ശ്രുതിയാകട്ടെ ഇതിഹാസമാകട്ടെ, മഹത്തായ ഒരു രാഷ്ട്രീയ പാഠം പഠിപ്പിക്കുന്നതാണ് ശ്രീരാമൻ്റെ ചരിത്രം എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. അത് നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രമാണ്. അതിൻ്റെ ദേശത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ദേശത്തിലെ സന്മാർഗവുമായും ദേശത്തിൻ്റെ രാഷ്ട്രീയവുമായും ഇപ്പോൾ അത് അമിതമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ബന്ധം ആത്മീയതക്കും അത് മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതക്കും നിരക്കുന്ന തരത്തിലായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോയും ഇതിലെ വിഷയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക.